ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. നമ്മുടെ CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏപ്രിൽ 30 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം അവർ പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും നമ്മുടെ എക്സാം ഒരു ജൂൺ മാസത്തിലൊക്കെ ആയിട്ട് എക്സാം നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇപ്പം നമുക്ക് പുതിയ പല മാറ്റങ്ങളും ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമിന് വന്നിട്ടുണ്ട്. 100 മാർക്കിനായി ഇപ്പോൾ എക്സാം എന്ന് പറയുന്നത്. ഇതിൽ GK ഇംഗ്ലീഷ് മാത്സ് ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ട് 30 മാർക്കിൻ്റെയാണ് വന്നിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസുമാണ് ഓരോന്നിനും. ഇംഗ്ലീഷിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്, മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്, GK നിന്ന് 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 10 ക്വസ്റ്റ്യൻ. എല്ലാത്തിനും കൂടി 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കിൻ്റെയാണുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം കുറയുന്നത് കാരണം നമ്മൾ അതിനനുസരിച്ചിട്ട് നിലവാരമുള്ള ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. ജൂണിൽ എക്സാം ഉണ്ടാവും, അപ്പോൾ ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങുക. പിന്നെ നമ്മുടെ ആക്ടിൽ നിന്നും റൂളിൽ നിന്നും കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മുതൽ ആക്ടിൻ്റെയും റൂളിൻ്റെയും അമെൻമെൻറ്റ്സിൽ നിന്നാണ്, അമെൻമെൻറ്റ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് കാരണം ആക്ടും റൂളും അമെൻമെൻറ്റ്സ് വൃത്തിയായിട്ട് പഠിക്കുക. നമ്മൾ ആക്ടിൻ്റെ അമെൻമെൻറ്റ്സ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. റൂളിൻ്റെ അമെൻമെൻറ്റ്സ് 16F വരെ നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു, റൂള് 16F വരെ. അപ്പോൾ ഇന്ന് റൂള് 25 മുതലുള്ള ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 16 റൂള് 16 കഴിഞ്ഞ് അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് റൂള് 25 ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. റൂള് 25, മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി. അതിൽ സബ് റൂള് 1 ഒരു ചെറിയ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. എനി മെമ്പർ ഓഫ് ദ രജിസ്ട്രേർഡ് സൊസൈറ്റി മേ അറ്റ് എനി ടൈം ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ് എയ്തർ ബൈ ഹിംസെൽഫ് ഓർ ബൈ ആൻ ഏജൻറ്റ് ഹു ഈസ് എ മെമ്പർ സ്പെസിഫിക്കലി ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ റൈറ്റിംഗ് ഇൻസ്പെക്ട് അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ സോ ഫാർ as they relate to his transaction, the summary of defect, including the latest statutory audit report, along with the rectification report approved by the committee and the general body of the society എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെമ്പേഴ്സിന് അവരുടെ അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്യുന്നതിനുള്ള റൈറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മെമ്പർക്ക് ആ സൊസൈറ്റിയിൽ ഓഫീസ് അവേഴ്സിൽ ഒന്നല്ലെങ്കിൽ സ്വയമേയോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് മുഖേനയോ അയാളുടെ അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻ പരിശോധിക്കാം എന്നാണ് പറയുന്നത്. ഈ ഏജൻറ്റ് എന്ന് പറയുന്നത് അയാൾ നമ്മുടെ ആ മെമ്പർ ഇൻ റൈറ്റിംഗ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഈ ഏജൻറ്റ്. പിന്നെ സൊസൈറ്റിയുടെ ഒരു മെമ്പർ കൂടി ആയിരിക്കണം. ഏജൻറ്റ് ഹൂ ഈസ് എ മെമ്പർ സ്പെസിഫിക്കലി ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇൻ റൈറ്റിങ്ങിൽ ഓതറൈസ് ചെയ്ത മറ്റൊരു മെമ്പർ. അയാൾക്ക് എന്താണ് ഈ അക്കൗണ്ട്സ് ഇൻസ്പെക്റ്റ് ചെയ്യാം. ഈ വ്യക്തിയുടെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ, പിന്നെ അതുപോലെ തന്നെ സമ്മറി ഓഫ് ഡിഫക്റ്റ്, ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്, പിന്നെ നമ്മുടെ കമ്മിറ്റി ജനറൽ ബോഡിയും അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ഇതെല്ലാം പരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ മെമ്പർക്ക് സ്വയമേയോ അല്ലെങ്കിൽ അദ്ദേഹം ഇൻ റൈറ്റിങ്ങിൽ ഓതറൈസ് ചെയ്യുന്ന ഒരു ഏജൻറ്റ്, അത് മറ്റൊരു മെമ്പർ ആയിരിക്കണം, ആ ഏജൻറ്റ് മുഖേനയോ അയാളുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസും, അതുപോലെ തന്നെ സമ്മറി ഓഫ് ഡിഫക്റ്റ്, ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്, പിന്നെ കമ്മിറ്റിയും ജനറൽ ബോഡിയും അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എല്ലാം പരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അമെൻഡ് ചെയ്തതാണ് കേട്ടോ. റൂള് 25 സബ് റൂള് 1 അമെൻഡ് ചെയ്തതാണ്. ഇനി 1A എന്ന് പറഞ്ഞ് പുതിയ ഒരു സബ് റൂള് ആഡ് ചെയ്തിട്ടുണ്ട്. റൂള് 25 സബ് റൂള് 1A പുതിയതാണ്. ഇതിൽ എ മെമ്പർ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ ട്രൂ കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ് mentioned in sub rule 1 on submission of application and on payment of fee of ₹3 per page of the document എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സബ് റൂള് 1 പറഞ്ഞിരിക്കുന്നുള്ള ഈ കാര്യങ്ങൾ, ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിൻ്റെ ട്രൂ കോപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, ഫീയും അടയ്ക്കണം എന്നാണ് പറയുന്നത്. ആ ഫീ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റിൻ്റെ ഒരു പേജിന് ₹3, ഈച്ച് പേജ് ₹3 പെർ ഈച്ച് പേജ് എന്നാണ്. അപ്പോൾ ഓരോ പേജിനും ₹3 വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രൂ കോപ്പി കിട്ടും എന്നാണ് സബ് റൂള് 1A പറയുന്നത്. ഓക്കെ, ഇത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്ന സബ് റൂളാണ്.
അടുത്ത മാറ്റം വന്നിരിക്കുന്നത് റൂള് 29 റൂൾ 29 എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി എന്നുള്ളതാണ് അടുത്ത റൂള്. ആ റൂളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിൽ സബ് റൂള് 1 എന്ന് പറയുന്നത് എന്താണ്? എവറി സൊസൈറ്റി ഷാൾ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഫോർ സച്ച് പീരിയഡ് ഇൻ സച്ച് എ മാനർ such accounts, books and registers in connection with the business of the society as the registrar may from time to time direct and shall make them available to officers authorized by registrar for the purpose of inspection, audit, etc. എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് എല്ലാ സൊസൈറ്റികളും അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. രജിസ്ട്രാർ ടൈം ടു ടൈം പറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഓഫീസറിന് ഈ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എല്ലാം അവൈലബിൾ ആക്കിയിരിക്കണം എന്നാണ് ഈ സബ് റൂൾ 1 പറയുന്നത്. അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആൻഡ് എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം ഷാൾ ബി ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുക്ക് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? അവിടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻ ഡിജിറ്റൽ ഫോം എന്നായി എന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് അവിടെ ഒന്നല്ലെങ്കിൽ അത് ഫിസിക്കൽ ഫോം അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ ഫോം. ഓക്കെ, ഈ ഒരു വേർഡ് കൂടെ അവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം. അതായത് ഈ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ്, രജിസ്റ്റേഴ്സ്, അക്കൗണ്ട്സ് അതെല്ലാം ഒന്നല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലായിരിക്കണം അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളും ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഫിസിക്കൽ ഫോമിലും ആയിരിക്കാം, ഡിജിറ്റൽ ഫോമിലും ആയിരിക്കാം. ആ ഒരു കാര്യത്തിലാണ് സബ് റൂള് 1 മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 1A. സബ് റൂള് 1A എന്ന് പറയുന്ന പുതിയൊരു സബ് റൂള് ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ റൂള് 29 സബ് റൂള് 1A. 1Aയിൽ പറയുന്നത് അത് പുതിയ ഒരു റൂളാണ് കേട്ടോ. റൂൾ 29 ആഡ് ചെയ്ത് വന്നിരിക്കുന്ന പുതിയ സബ് റൂളാണ്. അതിൽ ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി പ്രിപ്പയർ ആൻഡ് കീപ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ മാനർ ആൻഡ് ഫോംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർഡ് ബൈ രജിസ്ട്രാർ ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നതും കീപ്പ് ചെയ്യേണ്ടതും ഓഡിറ്റ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്തിട്ട് ഗവൺമെൻറ് ടൈം ടു ടൈം അപ്രൂവ് ചെയ്യുന്നതാണ് ഈ ഓഡിറ്റ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ സബ് റൂള് 1 പറയുന്നത് ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം സൊസൈറ്റികൾ പ്രിപ്പയർ ചെയ്യേണ്ടതും കീപ്പ് ചെയ്യേണ്ടതും. ഈ ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആൻഡ് അത് ഗവൺമെൻറ് ടൈം ടു ടൈം അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് സബ് റൂൾ 2 റൂള് 29 സബ് റൂള് 2 മാറ്റം വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രജുഡൈസ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഫോർഗോയിങ് സബ് റൂൾ ദ സൊസൈറ്റീസ് ഷാൾ ഇൻ ജനറൽ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫോളോയിങ് അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് കഴിഞ്ഞിട്ട് എന്താണ്? എയ്തർ ഇൻ ഫിസിക്കൽ ഫോം ഓർ ഇൻ ഡിജിറ്റൽ ഫോം എന്നുള്ളത് ആഡ് ചെയ്ത് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ റൂൾ 29 വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഈ അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒപ്പം എന്താണ്? എല്ലാത്തിൻ്റെയും ഒപ്പം എയ്തർ ഇൻ ഫിസിക്കൽ ഫോം ഓർ ഇൻ ഡിജിറ്റൽ ഫോം എന്ന് വന്നിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കാം എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് ഈ സബ് റൂൾ 2 ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ബുക്കുകൾ സൂക്ഷിക്കുന്നതിൻ്റെ. അപ്പോൾ A എന്ന് പറയുന്നത് മിനിറ്റ്സ് ബുക്ക്, B എന്ന് പറയുന്നത് ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, C അഡ്മിഷൻ രജിസ്റ്റർ, D നോമിനേഷൻ രജിസ്റ്റർ, അങ്ങനെ കുറേ രജിസ്റ്ററുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലാണ് ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് റൂള് 29 സബ് റൂള് 2 A വന്നിരിക്കുന്നത് മിനിറ്റ്സ് ബുക്കാണ്. അതിലാണ് ചെറിയ മാറ്റം എന്ന് പറയുന്നത് മിനിറ്റ്സ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് കമ്മിറ്റി ഓഫ് ദ
പ്രൊസീഡിങ്സ് ഓഫ് ദ സബ് കമ്മിറ്റി ഓഫ് ദ കമ്മിറ്റി ആൻഡ് ഓഫ് ജനറൽ ബോഡി ഓഫ് മെമ്പേഴ്സ്. അതിൽ വന്നിരിക്കുന്ന അതിൻ്റെ ഒപ്പം ഒരു വേർഡും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഷാൾ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോം എന്നുള്ളത്. ആ ഒരു സെൻറ്റൻസ് കൂടെ ഈ മിനിറ്റ്സ് ബുക്കിൻ്റെ ഒപ്പം കയറി വന്നിട്ടുണ്ട്. അതായത് മിനിറ്റ്സ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് സബ് കമ്മിറ്റി ഓഫ് ദ കമ്മിറ്റി ആൻഡ് ഓഫ് ജനറൽ ബോഡി ഓഫ് മെമ്പേഴ്സ് ഷാൾ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോം. അതായത് ഈ മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് സബ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മിറ്റി പിന്നെ ജനറൽ ബോഡിയുടെ പ്രൊസീഡിങ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യണം, മാനുവലി പ്രിപ്പയർ ചെയ്യണം ആൻഡ് അത് ഡിജിറ്റൽ ഫോമിലും കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാറ്റമാണ് എയിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നത് എമ്മിലാണ്. അതായത് റൂള് 29 സബ് റൂള് 2 എം. ABCD എന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. അതിൽ N വരെയുള്ള കാര്യങ്ങളാണുള്ളത്. അതിൽ എമ്മിലാണ് ഇപ്പം മാറ്റം വന്നിരിക്കുന്നത്. എമ്മിൽ എന്താണ്, റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ ആയിരുന്നു അതിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ ഷാൾ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്താണ്, ആദ്യം മാനുവലി പ്രിപ്പയർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിജിറ്റൽ ഫോമിലേക്ക് അത് മാറ്റണം എന്നാണ് എമ്മിൽ പറയുന്നത്. ഓക്കെ, ഇനി ഒരു സബ് റൂള് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ റൂള് 29. ഓക്കെ, റൂള് 29 സബ് റൂള് 3 ആണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ സബ് റൂള് 2 വരെയാണ് അതിലുണ്ടായിരുന്നത്. 3 ആഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ, പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്, ന്യൂ ആണ്. ദെയർ ഷാൾ ബി എ കോമൺ സോഫ്റ്റ്വെയർ അഡോപ്റ്റഡ് ബൈ ഗവൺമെൻറ് ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അതായത് PACS വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കോമൺ സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എവറി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഷാൾ കീപ് ആൻഡ് മെയിൻറ്റെയിൻ ദെയർ അക്കൗണ്ട്സ് ബൈ യൂസിങ് സച്ച് കോമൺ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ PACSകളെല്ലാം അവരുടെ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കോമൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കണം. In the case of other than primary agricultural credit societies, their account shall be prepared only by using a software approved by the registrar. ഇനി PACS അല്ലാതെയുള്ള സൊസൈറ്റീസ് എല്ലാം അവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കണം. The registrar shall issue necessary guidelines for installation, maintenance and use of common software to all cooperative societies. രജിസ്ട്രാർ ഗൈഡ് ലൈൻസ് എല്ലാം ഇൻസ്റ്റലേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് അതിൻ്റെ യൂസ്, കോമൺ സോഫ്റ്റ്വെയറിൻ്റെ യൂസ്, അതിനെ പറ്റിയിട്ടെല്ലാം ഉള്ള നെസസറി ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. ദ ഗൈഡ് ലൈൻ ഷാൾ ഓൾസോ ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് സച്ച് എസ് മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, training of employees, implementation timeline and sharing the cost for the expense of such common software. ഈ രജിസ്ട്രാർ കൊടുക്കുന്ന ഈ ഗൈഡ് ലൈൻ എന്ന് പറയുന്നതിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഗൈഡ് ലൈനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ, ഷെയറിംഗ് ദ കോസ്റ്റ് ഫോർ ദ എക്സ്പെൻസസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ, ഇതെല്ലാം ഈ ഗൈഡ് ലൈൻസിന് ഉൾക്കൊണ്ടിട്ടുണ്ട്. In the case of societies for whom the registrar has given approval for the use of a software other than common software, ഇനിയിപ്പോൾ രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർ, ഈ കോമൺ സോഫ്റ്റ്വെയർ അല്ലാതെ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ registrar shall issue necessary guidelines for the migration of legacy of data, training of employees and implementation timeline in different categories of the society. അവിടെയും എന്താണ്, രജിസ്ട്രാർ ആവശ്യത്തിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ, അതിൻ്റെ എല്ലാം ഗൈഡ് ലൈൻസ് രജിസ്ട്രാർ തന്നെയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂള് 29 സബ് റൂള് 3 പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്ന സബ് റൂളാണ്. അതിൽ പറയുന്നത് പാക്സിനായിട്ട് ഒരു കോമൺ സോഫ്റ്റ്വെയർ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാക്സ് അവരുടെ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കോമൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കണം. പിന്നെ എന്താണ്, പാക്സ് അല്ലാതെയുള്ള ബാക്കി പ്രൈമറി സൊസൈറ്റീസ് എല്ലാം രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്.
പിന്നെ ഈ സോഫ്റ്റ്വെയറുമായിട്ട് ഈ കോമൺ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന പാക്സുകളുണ്ടല്ലോ, അപ്പോൾ ഈ കോമൺ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, മെയിൻ്റെനൻസ്, അതിൻ്റെ യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ, ഇതെല്ലാമുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും ഇതിനുള്ള ഗൈഡ് ലൈൻസ്. പിന്നെ ഈ ഗൈഡ് ലൈൻസിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, എംപ്ലോയീസിനുള്ള ട്രെയിനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ, കോസ്റ്റ് ഫോർ എക്സ്പെൻസസ്, ഇതെല്ലാം ആ ഗൈഡ് ലൈൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇനി ഈ കോമൺ സോഫ്റ്റ്വെയർ അല്ലാതെ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സൊസൈറ്റികളാണെങ്കിൽ അവർക്കുള്ള ഗൈഡ് ലൈൻസ് രജിസ്ട്രാർ കൊടുക്കുന്നുണ്ട്. അതിൽ മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഗൈഡ് ലൈൻസാണ് രജിസ്ട്രാർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റൂള് 29 വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റൂള് 29A ആണ്. റൂള് 29A എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് എന്നുള്ളതാണ്. അത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു റൂളാണ് കേട്ടോ, പുതിയ റൂളാണത്. നമുക്ക് 29 കഴിഞ്ഞ് റൂള് 30 ഉണ്ടായിരുന്നത്. 29A എന്ന് പറയുന്ന ഈ റൂള് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്ന റൂളാണ്. അതിൽ സബ് റൂള് 1 എന്താ പറയുന്നതെന്ന് നോക്കാം. The minutes book of all meetings shall be kept under the safe custody of Chief Executive of the respective cooperative society, shall be made available for inspection by the President and other directors at all reasonable times എന്നാണ് പറയുന്നത്. അതായത് ഈ മിനിറ്റ്സ് ബുക്ക് എന്തായിരിക്കണം? ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കസ്റ്റഡിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കസ്റ്റഡിയിൽ മിനിറ്റ്സ് ബുക്ക് സൂക്ഷിക്കുക. പിന്നെ എന്തായിരിക്കണം? ഈ പ്രസിഡൻറ്റിനും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനും റീസണബിൾ ടൈമിൽ ഇൻസ്പെക്ഷനായിട്ടെല്ലാം ഇത് അവൈലബിൾ ആക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ ഇൻസ്പെക്ഷനൊക്കെ വരാൻ നേരത്ത് പ്രസിഡൻറ്റിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും വക എന്തെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ നടക്കാൻ നേരത്ത് ഇതെല്ലാം അവർക്ക് അവൈലബിൾ ആക്കിയിരിക്കണം. ഈ മിനിറ്റ്സ് ബുക്ക് അവർക്ക് അവൈലബിൾ ആക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാത്തപ്പോൾ ആരുടെ കസ്റ്റഡിയിലായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കസ്റ്റഡിയിൽ മിനിറ്റ്സ് ബുക്ക് സൂക്ഷിക്കുക. ഇനി സബ് റൂള് 2, അതായത് 29 റൂൾ 29A സബ് റൂള് 2. The minutes of the meeting shall be recorded by the president or any member of the committee or the chief executive of the society. അതായത് ഈ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ മിനിറ്റ്സ് ബുക്കിൽ. അപ്പോൾ ഈ മിനിറ്റ്സ് ബുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് പ്രസിഡൻ്റ് ആയിരിക്കണം ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുമല്ലെങ്കിൽ ആരായിരിക്കണം? കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കണം. അതുമല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്, സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കണം ഈ മിനിറ്റ്സ് ബുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. ഒന്നല്ലെങ്കിൽ പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ കമ്മിറ്റിയിലെ ഒരു മെമ്പർ, അതുമല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് മിനിറ്റ്സ് ബുക്ക് റെക്കോർഡ് ചെയ്യണം. പിന്നെ അടുത്തത് ഈ റൂള് 29A സബ് റൂള് 3 പറയുന്നത് ദ ബ്ലാങ്ക് സ്പേസ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക് ഷാൾ ബി സ്ക്രോൾഡ് ഔട്ട് ആൻഡ് ഓൾ കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ്, എറേഴ്സ് എക്സെട്ര should be clearly noted at the end before the minutes are signed by the president and other members of the board എന്നാണ് പറയുന്നത്. അതായത് മിനിറ്റ്സ് ബുക്കിൽ ഏതെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് സ്കോർഡ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ മിനിറ്റ്സ് ബുക്കിൽ ഇങ്ങനെ ഒഴിഞ്ഞ സ്പേസസ്, ബ്ലാങ്ക് സ്പേസസ് ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിനിറ്റ്സ് ബുക്ക് എഴുതി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ പ്രസിഡൻറ്റും അതിൽ പങ്കെടുത്തിട്ടുള്ള, ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുള്ള ബോർഡ് മെമ്പേഴ്സും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അവരുടെ പേരെഴുതി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ്? എല്ലാ കറക്ഷൻസും നമ്മൾ ഈ മിനിറ്റ്സ് ബുക്ക് നമ്മൾ മാനുവലി എഴുതുന്നതാണ്. അപ്പോൾ അതിൽ എഴുതുമ്പോൾ അതിൽ കറക്ഷൻസ്, ഓവർ റൈറ്റിങ്, എറേഴ്സ് അതൊക്കെ വരും. അപ്പോൾ ഈ കറക്ഷൻസും ഓവർ റൈറ്റിങ്ങും എറേഴ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ ഏറ്റവും നമ്മൾ മിനിറ്റ്സ് ബുക്കിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞ് അതിൻ്റെ എൻഡിലായിട്ട് വന്നിരിക്കുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഷുഡ് ബി ക്ലിയർലി നോട്ടഡ് അറ്റ് ദ എൻഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ എറേഴ്സോ ഓവർ റൈറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ അതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എഴുതിയപ്പോൾ വന്നിട്ടുണ്ട് എന്ന് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനും താഴെയായിട്ടായിരിക്കണം എന്ത്? പ്രസിഡൻറ്റും ബാക്കിയുള്ള ബോർഡ് മെമ്പേഴ്സും സൈൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ആ വന്നിരിക്കുന്ന തെറ്റുകളെല്ലാം എഴുതി അതിനും താഴെ പ്രസിഡൻറ്റും ബോർഡ് മെമ്പേഴ്സും സൈൻ ചെയ്യണം. ഓക്കെ, അടുത്തത് സബ് റൂള് 4 റൂള് 29A സബ് റൂള് 4. The minutes of the meeting shall be signed by the president
and all other members of the board who were present at the meeting and the proceedings of the previous meeting shall be read out and recorded in subsequent meeting. അപ്പോൾ എന്താണ് പ്രസിഡൻറ്റ്, ഈ മിനിറ്റ്സിൽ പ്രസിഡൻറ്റും പിന്നെ ബാക്കി എല്ലാ പങ്കെടുത്തിട്ടുള്ള ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ബോർഡ് മെമ്പേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ പ്രസിഡൻറ്റും പങ്കെടുത്തിട്ടുള്ള ബോർഡ് മെമ്പേഴ്സും മിനിറ്റ്സിൽ സൈൻ ചെയ്യണം. പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് മീറ്റിങ്ങിൻ്റെ, അതായത് കഴിഞ്ഞു പോയ മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സ് വായിക്കണം. ആൻഡ് അതുപോലെ തന്നെ അത് ഈ സബ്സിക്വൻറ്റ് മീറ്റിങ്ങിൽ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിൽ അത് റെക്കോർഡ് ചെയ്യുകയും വേണം. ഓക്കെ, മീറ്റിംഗ് പ്രൊസീഡിങ്സ് ഓഫ് ദ പ്രീവിയസ് മീറ്റിംഗ് റീഡ് ഔട്ട് ചെയ്തിട്ട് അത് ഇപ്പോഴത്തെ മീറ്റിങ്ങിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു സബ്സെഷനും കൂടെ വന്നിട്ടുണ്ട്. റൂള് 29A സബ് റൂള് 5 എന്താണ്? ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ബോർഡ് ഓഫ് മീറ്റിംഗ്, സബ് കമ്മിറ്റി മീറ്റിംഗ് as well as general body meeting shall be made available for inspection or audit as and when required by the authorized officers എന്നാണ് പറയുന്നത്. അതായത് ഈ മിനിറ്റ്സ് ബുക്ക് ബോർഡ് ഓഫ് മീറ്റിങ്ങിൻ്റെയും സബ് കമ്മിറ്റിയുടെയും ജനറൽ ബോഡിയുടെയും അതിൻ്റെ എല്ലാത്തിനെയും നമ്മൾ മിനിറ്റ്സ് ബുക്കിലാണ് എഴുതുന്നത്. അപ്പോൾ ഈ മിനിറ്റ്സ് ബുക്ക് ഇൻസ്പെക്ഷനും ഓഡിറ്റും ഒക്കെ വരുമ്പോൾ അതിനെല്ലാം അവൈലബിൾ ആക്കിയിരിക്കണം. ഓതറൈസ്ഡ് ഓഫീസേഴ്സ് വരുമല്ലോ, അപ്പോൾ അവർക്കെല്ലാം ഈ മിനിറ്റ്സ് ബുക്ക് കൊടുത്തിരിക്കണം, അവൈലബിൾ ആക്കിയിരിക്കണം എന്നാണ് സബ് റൂള് 5 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൂള് 29A പ്രൊസീജിയേഴ്സ് ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ പറയുന്നത്. ഓക്കെ, അടുത്ത മാറ്റം വന്നിരിക്കുന്നത് റൂള് 33 അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. റൂള് 33 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ ദ സൊസൈറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ സബ് റൂള് 1 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് റിട്ടേൺസിനെ പറ്റിയിട്ട്. എന്താണ് പറയുന്നത്? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും രജിസ്ട്രാർക്ക് റിട്ടേൺസ് സമർപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിട്ടേൺസ് എന്തൊക്കെയാണെന്ന് ABC എന്നുള്ള എന്തൊക്കെ ഉൾപ്പെടുമെന്നുള്ളത് ABC എന്ന് പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. F വരെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. Aയിൽ പറയുന്നത് ആനുവൽ റിപ്പോർട്ട്, Bയിൽ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, Cയിൽ പ്ലാൻ ഓഫ് സർപ്ലസ് ഡിസ്പോസൽ, D ലിസ്റ്റ് ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ, അങ്ങനെ പറഞ്ഞ് ABCD അങ്ങനെ F വരെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം രജിസ്ട്രാർക്ക് റിട്ടേൺസ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് BA BB എന്ന് പറഞ്ഞിട്ട്. B എന്ന് പറയുന്നത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ടാണ്. അപ്പോൾ AB കഴിഞ്ഞിട്ട് 2 വന്നിരിക്കുന്നതാണ് BA BB എന്ന് പറയുന്നത്. അതിൽ BA എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്സ് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ഓൺ സമ്മറി ഓഫ് ഡിഫക്റ്റ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് അപ്രൂവൽ ഓഫ് ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഓൺ സ്റ്റെപ്പ് ടു ബി ടേക്കൺ ഫോർ ദ റെക്ടിഫിക്കേഷൻ ഓഫ് സച്ച് ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ സമ്മറി ഓഫ് ഡിഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള സമ്മറി ഓഫ് ഡിഫക്റ്റിലുള്ള എന്താണ് കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിൽ സമ്മറി ഓഫ് ഡിഫക്റ്റിന് മേൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിന്മേൽ അവരെന്തെങ്കിലും സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിന്മേൽ അവരെടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ അത് ജനറൽ ബോഡി അപ്രൂവ് ചെയ്തതാണെന്നുള്ള കാര്യം, അപ്രൂവൽ ഓഫ് ജനറൽ ബോഡിയുടെ അപ്രൂവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ ഇതാണ് BAയിൽ പറയുന്നത്. BAയിൽ അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലെ സമ്മറി ഓഫ് ഡിഫക്റ്റിന്മേൽ ഉള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിന്മേലെടുത്ത നടപടികൾക്കുള്ള ജനറൽ ബോഡിയുടെ അപ്രൂവൽ, ഇതാണ് BAയിൽ. പിന്നെ BBയിൽ പറയുന്നത് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിൻ്റെ ക്വാർട്ടർലി റിട്ടേൺസ് സമർപ്പിക്കണം. ക്രെഡിറ്റ് ആക്ടിവിറ്റീസിൻ്റെ ക്വാർട്ടർലി റിട്ടേൺസ് അതാര് സർട്ടിഫൈ ചെയ്തതായിരിക്കണം? CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സർട്ടിഫൈ ചെയ്തതായിരിക്കണം. അപ്പോൾ CEO സർട്ടിഫൈ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ആക്ടിവിറ്റീസിൻ്റെ ക്വാർട്ടർലി റിട്ടേൺസ്, അതാണ് BBയിൽ പറയുന്നത്. ഇനി
വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് എഫ് വരേണ്ടെന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദ ഡേറ്റ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ദ ഇലക്ഷൻ വെൻ ഡ്യൂ എന്നുള്ള ഒരു കാര്യമാണ് ഇയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറഞ്ഞിട്ട്. ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദർ ഫാമിലി മെമ്പേഴ്സ്, ദ എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദർ ഫാമിലി മെമ്പേഴ്സ് ഡ്യൂ ടു ദ സൊസൈറ്റി ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു കമ്മിറ്റി മെമ്പർക്ക് സൊസൈറ്റിയിലേക്കുള്ള എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ കമ്മിറ്റി മെമ്പറുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയിലെ എംപ്ലോയീസ് അവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ആ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലുള്ള അവരുടെ ലയബിലിറ്റിയുടെ ആ ഡീറ്റെയിൽസ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ എയിൽ എന്തൊക്കെയാണ്? കമ്മിറ്റി മെമ്പറോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ ആർക്കെങ്കിലും സൊസൈറ്റിയിലേക്കുള്ള ലയബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിനും അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഫാമിലിക്കോ സൊസൈറ്റിയിലേക്കുള്ള ലയബിലിറ്റി, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സമർപ്പിക്കണം. അതാണ് എയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് സബ് റൂള് 1 ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി സബ് റൂള് 3, 4 സബ് റൂൾസാണ് ഇതിലുള്ളത്. അപ്പോൾ സബ് റൂള് 3ക്ക് ശേഷം സബ് റൂള് 3A എന്ന് പറഞ്ഞ് ഒരു സബ് റൂള് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊരു പുതിയ സബ് റൂളാണ് കേട്ടോ. അപ്പോൾ റൂള് 33 സബ് റൂള് 3A. ഇൻ കേസ് ഓഫ് ഫെയിലിയർ ബൈ എനി സൊസൈറ്റി ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് duly certified by the Chief Executive of the Cooperative Society as certified in subsection 2 of section 66C of the Act, such society shall be liable to pay fine as specified in the table below namely എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ആ ഫൈനിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു സൊസൈറ്റികൾ അവർ ഈ ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ക്വാർട്ടർലി റിട്ടേൺസ് ക്രെഡിറ്റ് ആക്ടിവിറ്റിയുടെ ക്വാർട്ടർലി റിട്ടേൺസ് സമർപ്പിക്കണം എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിൽ ഫെയിലായിട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്താണ് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ഈ ഫൈൻ അടയ്ക്കുന്നതിനെ പറ്റി പറയുന്ന ആ സെക്ഷനാണ് സെക്ഷൻ 66C പറയുന്നത്, സബ്മിഷൻ ഓഫ് റിട്ടേൺസ്. അതിൽ സബ്സെഷൻ 2 66C സബ്സെഷൻ 2 എന്ത് പറയുന്നുണ്ട്? അതിൽ പറയുന്നുണ്ട് ഈ ക്വാർട്ടർലി റിട്ടേൺസ് സമർപ്പിച്ചില്ല എങ്കിൽ 10,000 രൂപയിൽ കൂടാതെയുള്ള ഒരു തുക ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 10,000 രൂപയിൽ കൂടാതെയുള്ള തുക ഫൈനായിട്ട് അടയ്ക്കണം എന്നാണ് സെക്ഷൻ 66C സബ്സെഷൻ 2 പറയുന്നത്. അപ്പോൾ ഇതിലതിൻ്റെ ഫൈനുകൾ കാറ്റഗറീസ് അനുസരിച്ചിട്ട്, ക്ലാസിഫിക്കേഷനിലെ കാറ്റഗറി അനുസരിച്ചിട്ട് ഫൈൻ തീരുമാനിക്കുമെന്ന് ഈ സെക്ഷൻ 66C സബ്സെഷൻ 2 പറയുന്നുണ്ട്. അപ്പോൾ ആ കാറ്റഗറീസിൻ്റെ കാര്യങ്ങളാണ് ഈ സബ് റൂള് 3A പറയുന്നത്. അവരുടെ ഫൈൻ, ഈ ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാത്ത സൊസൈറ്റികൾക്കുള്ള ഫൈൻ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് ഈ 3A റൂള് 33 സബ് റൂള് 3A. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് സൊസൈറ്റി കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 1 അക്കോർഡിംഗ് ടു ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് പെർ അപ്പൻഡിക്സ് 3 ഓഫ് ദിസ് റൂള്. അതായത് ക്ലാസ് 1 പെടുന്ന സൊസൈറ്റികൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 അങ്ങനെ പോകുമല്ലോ. അതിൽ ക്ലാസ് 1 പെടുന്ന സൊസൈറ്റികളാണ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാത്തത് എങ്കിൽ അവർക്കുള്ള ഫൈൻ എത്രയായിരിക്കും? 10,000 rupees ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത് ക്ലാസ് 2 ക്ലാസ് 3 വരുന്ന സൊസൈറ്റികൾ, അവർക്ക് 80,000 രൂപയായിരിക്കും ഫൈൻ. പിന്നെ അടുത്തത് പറയുന്നത് ക്ലാസ് 4 ക്ലാസ് 5 വരുന്ന സൊസൈറ്റികൾ, അവർക്ക് 6,000 രൂപയാണ് ഫൈൻ. പിന്നെ അതിൽ ബാക്കി എല്ലാ സൊസൈറ്റീസും, ഓൾ അതർ സൊസൈറ്റി കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് പെർ അപ്പൻഡിക്സ് 3 ഓഫ് ദിസ് റൂൾ, ബാക്കി എല്ലാ സൊസൈറ്റികൾക്കും 5,000. ഓക്കെ, അപ്പോൾ എന്താണ്, ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാത്ത സൊസൈറ്റികൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. സെക്ഷൻ 66C സബ്സെഷൻ 2 അത് പറയുന്നുണ്ട്. 10,000 രൂപയിൽ കൂടാതെയുള്ളൊരു തുക എന്താണ് ഫൈനായിട്ട് അടയ്ക്കേണ്ട വരും. അത് കാറ്റഗറി, ക്ലാസിഫിക്കേഷൻ കാറ്റഗറി അനുസരിച്ച് തീരുമാനിക്കും എന്നാണ് സെക്ഷൻ 66C സബ്സെഷൻ 2 പറയുന്നത്. ആ കാറ്റഗറീസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് 1 10,000 രൂപ, ക്ലാസ് 2 and 3 ആണെങ്കിൽ 8,000 രൂപ, ക്ലാസ് 4 and 5 ആണെങ്കിൽ 6,000 രൂപ, പിന്നെ ബാക്കി എല്ലാ സൊസൈറ്റികൾക്കും 5,000 രൂപ എന്ന രീതിയിലായിരിക്കും ഫൈൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് റൂള്
35A ആണ് അടുത്ത റൂള്. പ്രൊസീജിയർ ഓഫ് ദ ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ പ്രൊസീജിയർ 35A എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രൊസീജിയറാണ് പറയുന്നത്. അതിൽ മാറ്റം വന്നിരിക്കുന്നത് 3Aയിലാണ് അതിൽ മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 3A എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് ലെസ് ദാൻ 500 മെമ്പേഴ്സ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഇൻറ്റിമേറ്റ് ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ദ പെർട്ടിക്കുലർ ഓഫ് നോട്ടിഫിക്കേഷൻ അണ്ടർ സബ് റൂൾ 3 by registered post with acknowledgement or speed post or through courier service approved by the High Court of Kerala or Government of Kerala or in person to be duly acknowledged എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സൊസൈറ്റിയിൽ 500 മെമ്പറിൽ താഴെയാണ് എങ്കിൽ ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അറിയിക്കണം എന്നുള്ളതാണ് ഈ സബ് റൂൾ 3Aയിൽ പറയുന്നത്. ഇതിലാണ് ചെറിയ മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഈ ലെസ് ദാൻ 500 മെമ്പേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ലെസ് ദാൻ 1000 മെമ്പേഴ്സ് എന്നായിട്ടുണ്ട്. അതായത് 1000 പേരിൽ കുറവാണ് എങ്കിലുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം ഈ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്തായി, പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 10,000-ൽ താഴെയാണെങ്കിൽ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ അറിയിച്ചിരിക്കണം? സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ സർവീസ് അപ്രൂവ്ഡ് ബൈ ഹൈക്കോർട്ട് ഓഫ് കേരള ആ ഒരു വഴി അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അവരെ അറിയിച്ചിരിക്കണം. അപ്പോൾ എന്താണ് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ സർവീസ് വഴി അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അവരെ അറിയിച്ചിരിക്കണം. എപ്പോൾ അംഗങ്ങളുടെ എണ്ണം 1000 പേരിൽ താഴെയാണ് എങ്കിൽ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാവരെയും അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഇത് അണ്ടർ സബ് റൂൾ 3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സബ് റൂൾ 3യിലുള്ള പെർട്ടിക്കുലേഴ്സും കാര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം ഈ ഇലക്ഷൻ ഡീറ്റെയിൽസ് ഇവർക്ക് ആ ഇലക്ഷൻ ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അവരെ ഈ പർട്ടിക്കുലേഴ്സ് 3യിലുള്ള കാര്യങ്ങളെല്ലാം മെമ്പേഴ്സിനെ അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. സബ് റൂൾ 3യിൽ എന്തൊക്കെയുള്ളത്? എത്ര വേക്കൻസിയാണ് ഇലക്ഷനിലൂടെ ഫില്ല് ചെയ്യുന്നത്, പിന്നെ ഈ ബൈലോയിൽ ഒരു പ്രത്യേക ഏരിയയിൽ നിന്നുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഏരിയ, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി, പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ്, പ്ലേസ്, പിന്നെ ഒബ്ജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ട ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സബ് റൂൾ 3 പറയുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അവർക്ക് സ്പീഡ് പോസ്റ്റോ അംഗീകൃത കൊറിയർ സർവീസോ അല്ലെങ്കിൽ ഇൻ പേഴ്സണോ ആയിട്ട് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാവരെയും അറിയിക്കണം എപ്പോൾ മെമ്പറുടെ എണ്ണം 1000 പേരിൽ കുറവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം 3Aയിൽ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം 3Bയിലാണ്. ഓക്കെ, റൂള് 35Aയിൽ 3Bയിൽ In case of school, college, cooperative society, the State Cooperative Election Commission may intimate each of the members in the final voters list. ഇത് മാറിയിട്ട് എന്താവും? പ്രിലിമിനറി എന്നാവും. പ്രിലിമിനറി. The details of election notification under sub-rule 3 through Chief Executive or Honorary Secretary of the Society either in person and obtain their full signature in token and having received the same or by registered post or by speed post through the courier service approved by High Court of Kerala, State Government. It shall be the duty of electoral officer to ensure that the members have been intimated of the details of election notification എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്, ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളതാണ് എല്ലാത്തിൽ നിന്നും മാറിയിരിക്കുന്നത്. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഇലക്ഷൻ ഡീറ്റെയിൽസ് അറിയിച്ചിരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സബ് റൂൾ 3യിൽ പറയുന്ന നേരത്തെ പറഞ്ഞ ആ പെർട്ടിക്കുലേഴ്സ് എല്ലാം വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള മെമ്പേഴ്സിനെ എല്ലാവരെയും അറിയിച്ചിരിക്കണം. അതെങ്ങനെയായിരിക്കണം? ത്രൂ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓണററി സെക്രട്ടറി ഓഫ് ദ സൊസൈറ്റി എയ്തർ ഇൻ പേഴ്സൺ ആയിരിക്കണം. ഒന്നല്ലെങ്കിൽ എന്താണ് ഈ വിവരങ്ങളെല്ലാം അറിയിക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓണററി സെക്രട്ടറി മുഖേന ആയിരിക്കണം ഇവരെ അറിയിക്കേണ്ടത്.
അത് നേരിട്ടോ രജിസ്ട്രേഡ് പോസ്റ്റായിട്ടോ സ്പീഡ് പോസ്റ്റായിട്ടോ ഒക്കെ അറിയിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇലക്ഷൻ ഡീറ്റെയിൽസ് അറിയിക്കണം. അത് ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓണററി സെക്രട്ടറി വഴിയാണ് അറിയിക്കേണ്ടത്. അത് ഒന്നല്ലെങ്കിൽ പേഴ്സണായിട്ട്, അല്ലെങ്കിൽ രജിസ്ട്രേഡ് പോസ്റ്റ്, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ സർവീസ് എല്ലാം വഴി അറിയിക്കാം. ഇത് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസസ് ആണ് ഈ പറയുന്നത്. പിന്നെന്താ, ഇലക്ടറൽ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് എന്ത്, മെമ്പേഴ്സിന് എല്ലാവർക്കും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് മെമ്പേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത് എന്താ, ഇലക്ടറൽ ഓഫീസറുടെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 35 ഇലക്ഷൻ പ്രൊസീജിയറിൽ ഈ മാത്രം മാറ്റം വന്നിട്ടുള്ളൂ. ഈ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് 3A-യിലും 3B-യിലും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റായി. പിന്നെ 3A-യിൽ 500 മെമ്പേഴ്സ് എന്നുള്ളത് 1000 മെമ്പേഴ്സുമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും വന്ന മാറ്റം. ഇനി അടുത്തത് റൂള് 35B-യിലാണ് മാറ്റം വന്നേക്കണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് റൂള് 35B. അതിൽ സബ് റൂള് 1 പറയുന്നത്, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഗവൺമെൻറ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷണർ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന സബ് റൂളിൽ അമെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്, ദ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൾ ബി ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ്. The other two commissioners shall be appointed by government as per subsection 2 of section 28B of the Act എന്നാണ്. അതായത് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ എന്തായിരിക്കണം, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം. ഇത് നമ്മൾ നമ്മുടെ ആക്ട് അമെൻമെൻറ്റിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നേരത്തെ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്നേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 2 കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് അവരെ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 28B സബ്സെക്ഷൻ 2-ലാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 28 അതിൻ്റെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 28B ആണ്. അതിൽ സബ്സെക്ഷൻ 2-ൽ പറയുന്നത് ഈ കമ്മീഷണേഴ്സ് എന്തായിരിക്കണം, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കണം. പിന്നെ അവരുടെ പീരിയഡാണ്, അതൊന്നും മാറിയിട്ടില്ല. 5 years or 62 ഏജ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 28B സബ്സെക്ഷൻ 2 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള 2 കമ്മീഷണേഴ്സ്, പിന്നെ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും. ഇത് മാത്രമാണ് ഈ നമ്മുടെ 35B-യിൽ വന്നിരിക്കുന്ന മാറ്റം. ഇനി അടുത്തതെന്ന് പറയുന്നത് 35CA ആണ്. 35CA എന്ന് പറയുന്നത് മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്. നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാര്യമാണ് ഈ 35CA-യിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പുതിയ റൂളാണ് കേട്ടോ. റൂള് 35CA, മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സാണ് ഉള്ളത്. അതിൽ 15 പേര് 15 മെമ്പേഴ്സ് ഷാൾ ബി ഇലക്റ്റഡ് അസ് ബൈ A ക്ലാസ് മെമ്പേഴ്സ്. അതിൽ 15 പേര് A ക്ലാസ് മെമ്പേഴ്സ് ആയിരിക്കും ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. The classification of members of the board of directors is follow. അതിൽ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു 21 പേര്, നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. അതിൽ 15 പേര് A ക്ലാസ് മെമ്പേഴ്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 14 പേരുടെ കാര്യമാണ് ഈ പറയുന്നത്. 14 മെമ്പേഴ്സ്, 1 from which each district representing the primary agricultural credit societies elected by A class members of Kerala State Cooperative Bank from among the delegates of primary agricultural credit societies. അതായത് ഇതിലെ 14 പേര് എന്ന് പറയുന്നത് 14 ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കും. ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ ആളുകൾ വെച്ചിട്ട് 14 പേര്. അവർ ഓരോരുത്തരും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഓരോ പാക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. A ക്ലാസ് മെമ്പേഴ്സിൽ നിന്നുള്ളവരാണ് ഈ 14 പേര്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ A ക്ലാസ് മെമ്പേഴ്സിൽ നിന്നും ഓരോ ഡിസ്ട്രിക്റ്റിനെയും പാക്സിൻ്റെ ഡെലിഗേറ്റ്സ് ആയിരിക്കും. PACSൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന 14 പേര്. ഓക്കെ, അതാണ് ഈ 14 പേരെന്ന് പറയുന്നത്. അതിൽ ജനറലിൽ നിന്ന് 10 പേരും
വുമൺ 3 പേരും SC/ST ഒരാളുമാണ്. അങ്ങനെ ടോട്ടൽ 14 പേരാണ്. ഇങ്ങനെയാണ് വരുന്നത്. 10 പേര് ജനറൽ കാറ്റഗറി, 3 പേര് വുമൺ കാറ്റഗറി, ഒരാൾ SC/ST കാറ്റഗറി എന്നുള്ളവരായിരിക്കണം. പിന്നെ പറയുന്നത് 2 seats in the board of directors shall be reserved for members whose age shall not exceed 40 years, of whom one shall from the general category and one shall be a woman from woman reservation category. ഈ 14 പേരിൽ രണ്ട് സീറ്റുകൾ, ഈ 14 സീറ്റുകളിൽ 2 സീറ്റ് 40 വയസ്സിൽ കൂടാതെയുള്ളവർക്കായിട്ട്, അതായത് 40 വയസ്സിൽ താഴെയുള്ളവർക്ക്, നോട്ട് എക്സീഡിങ് 40 ഇയേഴ്സ്, 40 വയസ്സിൽ കൂടുതലാവാത്തവർക്കായിട്ട് 2 സീറ്റ് റിസർവ്ഡ് ആണ്. അതിൽ ഒരു സീറ്റ് ജനറൽ കാറ്റഗറിയിലും ഒരു സീറ്റ് വുമൺ റിസർവേഷൻ കാറ്റഗറിയിലും ഉള്ളതായിരിക്കും. ഓക്കെ, ആ 2 സീറ്റിൽ ഒരെണ്ണം ജനറലും ഒരെണ്ണം വുമൺ റിസർവേഷൻ കാറ്റഗറിക്കുമാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഡിസ്ട്രിക്റ്റുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. ഡിസ്ട്രിക്ട് ഫ്രം വിച്ച് വുമൺ മെമ്പേഴ്സ്, SC/ST മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് ദ ഏജ് ഓഫ് 40 ഇയേഴ്സ് are to be elected shall be decided by the Registrar of Cooperative Society by way of taking lots in each subsequent term of committee. The district once represented in each category shall be excluded from lot till all the district have been represented. അതായത് ഈ വുമൺ മെമ്പർ, SC/ST മെമ്പർ, പിന്നെ ഈ 40 വയസ്സിൽ അധികരിക്കാതെയുള്ള 2 പേര്, ഈ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതിലും എന്താണ്, ലോഡ്സ് ഇട്ടിട്ടായിരിക്കും, ഓരോ ജില്ലയുടെ പേരും ലോഡ്സ് ഇട്ടിട്ടായിരിക്കും രജിസ്ട്രാർ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും ഓരോ ജില്ലകളിൽ നിന്നായിരിക്കും അത് ലോഡ്സ് ഇട്ട് രജിസ്ട്രാർ തീരുമാനിക്കും. ആൻഡ് ഓരോ പ്രാവശ്യവും ലോഡ്സ് ഇടുമ്പോൾ നമുക്ക് ഓരോ ജില്ലകൾ കിട്ടുമല്ലോ, അതിനെ ഈ ലോഡ്സിൻ്റെ ഇത് എടുക്കുന്നതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് വരും. എല്ലാ ജില്ലകളും റെപ്രസെൻറ്റ് ചെയ്യുന്നത് വരെ ഇത് തുടരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വുമൺ മെമ്പർ, SC/ST മെമ്പർ, 40 വയസ്സിൽ കൂടാതെയുള്ള ആളുകൾ, ഇവർക്കുള്ളത് ലോഡ്സ് ഇടുന്നത് ഓരോ ജില്ലകളും, ഏത് ജില്ലകളിൽ നിന്നാണെന്ന് തീരുമാനിക്കുന്നത് രജിസ്ട്രാറാണ്. അത് ലോഡ്സ് ഇട്ടാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു ജില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലോഡ്സ് ഇടുന്നതിൽ നിന്നും ആ ജില്ല എക്സ്ക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ഇതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 1 മെമ്പർ റെപ്രസെൻറ്റിങ് അർബൻ. ഇപ്പോൾ 14 പേര് റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു, പാക്സിനെ റെപ്രസെൻറ്റ് ചെയ്ത ഓരോ ജില്ലയിൽ നിന്നും 14 പേര്. 1 member representing the Urban Cooperative Bank in state, elected from among the delegate board members of the Urban Cooperative Bank by A-class members of the Kerala State Cooperative Bank. അതായത് ഒരാൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നു. അയാളും എന്തായിരിക്കും, A-class മെമ്പേഴ്സിൽ നിന്നുള്ള ആളായിരിക്കും. അപ്പോൾ A-class മെമ്പേഴ്സിൽ നിന്നും ഒരാൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ 15 പേരായി. പിന്നെ 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽസ്. പിന്നെ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. അതാരൊക്കെയായിരിക്കും? സെക്രട്ടറി ഗവൺമെൻറ് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ കോപ്പറേറ്റീവ് സെക്രട്ടറി, ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി അത് വരും. പിന്നെ RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ CEO. പിന്നെ ചീഫ് ജനറൽ മാനേജർ നബാർഡ് റീജിയണൽ ഓഫീസ് കേരള, കേരളത്തിലെ റീജിയണൽ ഓഫീസ്, കേരളത്തിലുള്ള നബാർഡിൻ്റെ കേരളത്തിലുള്ള റീജിയണൽ ഓഫീസിൻ്റെ ചീഫ് ജനറൽ മാനേജർ. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് ചേർന്നതായിരിക്കും എന്ത്, നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സ് ആണുള്ളത്. ഇതിൽ 15 പേര് A-class മെമ്പേഴ്സാണ്. ഈ 15 പേരിൽ 14 പേരെന്ന് പറയുന്നത് ഓരോ ജില്ലേനെ റെപ്രസെൻറ്റ് ചെയ്ത്, പാക്സിൻ്റെ ഡെലിഗേറ്റ്സ് ആയിരിക്കും ഓരോ ജില്ലേനെ, 14 ജില്ലേനെ റെപ്രസെൻറ്റ് ചെയ്ത് ഓരോരുത്തർ, അങ്ങനെ 14 പേരാണ്. ഈ 14 പേരിൽ 10 പേര് ജനറൽ കാറ്റഗറി, 3 പേര് വുമണും, ഒരാൾ SC/ST ആയിരിക്കണം. ഈ 14 പേരിൽ 2 സീറ്റ് എന്ന് പറയുന്നത് 40 വയസ്സിൽ അധികരിക്കാത്ത ആളുകൾക്കായിട്ട് റിസർവ്ഡ് ആണ്. അതിൽ ഈ 2 സീറ്റിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കും ഒരെണ്ണം വുമൺ റിസർവേഷൻ കാറ്റഗറിക്കും റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ 14 സീറ്റ്. പിന്നെ 15ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് A-class മെമ്പർ തന്നെയാണ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു A-class മെമ്പർ. പിന്നെ അടുത്തത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽസ്. പിന്നെ 4 എക്സ് ഒഫീഷ്യോകളും വരും. അതിൽ നമ്മുടെ സെക്രട്ടറി, ഗവൺമെൻറ് സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വരും, RCS വരും, പിന്നെ നമ്മുടെ KSEBയുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ CEO വരും. പിന്നെ അതുപോലെ തന്നെ നബാർഡിൻ്റെ കേരളത്തിലെ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ചീഫ് ജനറൽ മാനേജറും വരും. ഓക്കെ, അപ്പോൾ
ഇത്രയാണ് ആ ഒരു സെക്ഷൻ, ആ ഒരു റൂളിൽ പറയുന്നത്, റൂള് 35 പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു റൂളെന്ന് പറയുന്നത് റൂള് 35D എന്ന് പറയുന്നതാണ് അടുത്ത റൂള്. ആ റൂളിൽ പറയുന്നത് പ്രൊസീഡിങ്സ് റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കാണ്. DCBയുടെ ഇലക്ഷൻ പ്രൊസീഡിങ്സിനെ പറ്റിയിട്ടാണ് ഈ റൂള് 35D പറയുന്നത്. അപ്പോൾ ഈ റൂൾ എന്ത് ചെയ്തു, ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ റൂളില്ല. ഓക്കെ, റൂള് 35D ഇപ്പോഴില്ല, അത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ റൂള് 35D വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്